ഇങ്ങ് കേരളത്തിൽ MLA ഓഫീസിലേക്ക് കയറാൻ നോക്കി നാണം കെട്ട BJP കൗൺസിലർ. ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ ഇത് നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാദമാക്കരുത്. അങ്ങ് ഡൽഹിയിൽ കുര്യൻ മന്ത്രി പറയുന്നത് ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ ചെറിയ സംഭവങ്ങളെന്നാണ്. ചെറിയ കാര്യങ്ങൾ, ഉത്തരേന്ത്യയിലുണ്ടായ ചെറിയ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ മറുപടി പറയാൻ കൊണ്ട് പറ്റിയല്ല. ഈ രണ്ട് BJP നേതാക്കളുടെയും വാക്കുകളിലെയും പ്രവൃത്തികളിലെയും പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ് പേജ് 10 സ്റ്റോറീസ്. ആദ്യം ശ്രീലേഖയെ കുറിച്ച് പറയാം. ആറ്റ് നോറ്റിരുന്ന തിരുവനന്തപുരം മേയർ സ്ഥാനം കിട്ടിയില്ല എങ്കിൽ പിന്നെ MLA ഓഫീസിലെങ്കിലും കയറിയിരിക്കാം, അങ്ങനെ സന്തോഷിക്കാം. അതായിരുന്നു മേഡത്തിന്റെ ചിന്ത. അതിനുവേണ്ടി MLA നേരിട്ട് വിളിച്ചങ്ങ് ആജ്ഞാപിച്ചു, ഓഫീസ് ഒഴിയണം. മുൻ DGP അല്ലേ, കേട്ടയുടനെ അനുസരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഞാൻ ചോദിക്കട്ടെ, MLA കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന ഇന്നലെ വന്ന മേയർ ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് ഇതെങ്കിലും തരണമെന്നും മാഡം പറഞ്ഞെന്ന് കൂടി പ്രശാന്ത് തുറന്നടിച്ചു. മേയറായിരുന്നെങ്കിൽ നേരത്തെ കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി എന്ന് പറയുന്നൊരു സ്ഥിതി വന്നു. ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇതോടെ ആകെ ചൂളിയ മേഡം ആജ്ഞാപിച്ചിട്ടില്ല, അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് എന്നായി. എനിക്കിപ്പോ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? രണ്ടായാലും സംഗതി പാളി. മേയർ VV രാജേഷ് തന്നെ മേഡത്തെ തള്ളി. അങ്ങനെ അങ്ങ് MLA ഓഫീസ് ഒഴിയാൻ പറയാൻ പറ്റില്ലെന്ന് മേയർ പരോക്ഷമായി പറഞ്ഞു. കാരണം അത് ജനങ്ങൾ വരുന്ന ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെയാണ് രാജേഷ് സൂചന നൽകിയത്. MLA ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം. നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. MLA ഓഫീസ് ഒഴിയാൻ പറയുന്നതിന് മുമ്പ് ശ്രീലേഖ നേതൃത്വത്തെ അറിയിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് VV രാജേഷ് പരുങ്ങുകയും ചെയ്തു. പിന്നെ അല്ല, അങ്ങനെയല്ല സനക, അത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് മുൻ IPS മേഡം MLA ഓഫീസിനകത്തെ കൗൺസിലർ ഓഫീസ് കാണാൻ പോയി. ഒരു ഷോ ആയിരുന്നു ലക്ഷ്യം. പക്ഷേ കാര്യങ്ങൾ വഷളാകുമെന്ന് പതുക്കെ മനസ്സിലാക്കിയ മേഡം കുറച്ചൊന്ന് തണുത്തു. പിന്നെ പെട്ടെന്ന് MLA VK പ്രശാന്ത് അനിയനായി മാറി. നിങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ ഇത് നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാദമാക്കരുത്. ഞങ്ങൾ എന്റെ അനിയൻ തന്നെയാണ്. ഞാൻ മോനയിൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ശ്രീലേഖയുടെ അനുനയ നീക്കങ്ങളിലൊന്നും നിന്നു കൊടുക്കാതെ പ്രശാന്ത് ചുട്ട മറുപടി തന്നെ കൊടുത്തു. ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ, പ്രശാന്ത് ഇനി 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവർത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. 7 വർഷം ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് മേഡം അവിടെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് വരാനില്ല. അത്രയും മാത്രം മതി. ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇനി പോവാം. ശ്രീലേഖ മേഡത്തിൽ നിന്ന് നമുക്ക് ഡൽഹിയിൽ കുര്യൻ സാറിന്റെ വാക്കുകളിലേക്ക് പോകാം. കുര്യൻ സാർ പതിവ് പോലെ നല്ല ഫോമിലായിരുന്നു. തത്ത എന്ന ചോദ്യത്തിന് കാക്ക എന്നായിരുന്നു ഉത്തരങ്ങളെല്ലാം. ശ്രീലേഖയുടെ ഓഫീസ് വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ സ്ത്രീ വിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത് എന്നായി കുര്യൻ സാറ്. ഒരു കൗൺസിലർ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം എന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ബാധിക്കുന്ന മാധ്യമങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വിടുക, അതല്ലേ നല്ലത്. നിങ്ങള് സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ഒരു സ്ത്രീ MLA ഓഫീസിലൂടെ സ്വന്തം ഓഫീസിലേക്ക് കയറി പോകുമ്പോഴുള്ള സ്ത്രീ വിരുദ്ധത നിങ്ങൾ എന്താണ് കാണാത്തത് എന്നൊക്കെ ചോദിച്ചു കളഞ്ഞു കുര്യൻ സാർ. എന്റെ അഭിപ്രായം, നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് തീർന്നു. അല്ലെന്നേ, അതാണെന്നേ എന്റെ അഭിപ്രായം, അതല്ലേ. അത് കഴിഞ്ഞ് ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ബഹുരസകരമായ ഉത്തരം കുര്യൻ സാർ പറഞ്ഞത്. ചെറിയ കാര്യങ്ങൾ, ഉത്തരേന്ത്യയിലുണ്ടായ ചെറിയ കാര്യങ്ങൾ, ആലപ്പുഴയിലെ അതൊക്കെ ചെറുത്. കേരളത്തിൽ നടന്നതാണ് വലിയ സംഭവങ്ങൾ. അതിനെതിരെ കേസെടുത്തില്ല. ഉത്തരേന്ത്യയിൽ നടന്ന സംഭവങ്ങൾക്കെതിരെ എല്ലാം കേസെടുത്തു എന്നൊക്കെ കുര്യൻ സാർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ആക്രമികളുടെ ഭാഗമാണോ മന്ത്രി? ആക്രമികളുടെ ഉത്തരേന്ത്യയിൽ പള്ളി പൊളിക്കുന്ന ആൾക്കാരുടെ ഭാഗമാണോ മന്ത്രി? ഈ ചാനല് ചാരുംമൂട്ടിലെ ആ അക്രമികളുടെ കൂടെയാണെന്ന് ഞാൻ പറയുന്നു. ഏത് ചാനല്? ചാരുംമൂട്ടിലെ കാര്യം ചോദിക്കൂ. ഇടയ്ക്ക് മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കൽ. പിന്നെ പാലക്കാട് ക്രിസ്മസ് കരോൾ BJP സംഘം തടഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉരുണ്ടുകളി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ മറുപടി പറയാൻ കൊണ്ട് പറ്റിയല്ല. മാധ്യമങ്ങളെ എതിർക്കേണ്ട സമയത്ത് എതിർക്കും. ഇതാണോ എതിർപ്പ്? ഇങ്ങനെ വന്നിട്ട്
മിനിസ്റ്റർ എതിർക്കാൻ വേണ്ടി വന്നതല്ല മിനിസ്റ്ററെ, മിനിസ്റ്റർ എതിർക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പേടിച്ചു പോയി. മിനിസ്റ്ററെ, അങ്ങനെ ഇത്തവണയും ബഹുരസമായിരുന്നു കുര്യൻ സാർ. ഇനിയിപ്പോൾ കുര്യൻ സാർ പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? അല്ല, ഒരു സംശയമാണ്. കേരളത്തിൽ കുര്യൻ സാർ പറഞ്ഞ സംഭവങ്ങളിൽ കേസെടുത്തിട്ടില്ലേ? അതൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? അതിനുശേഷം ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്താണ് കുര്യൻ സാർ പറഞ്ഞ ആദ്യ സംഭവം? ഏറ്റവും അടുത്ത് നടന്ന സംഭവം ആദ്യം പരിശോധിക്കാം. ഈ ക്രിസ്മസ് തലേന്ന് ആലപ്പുഴ ചാരുൻമൂട് നൂറനാട് മേഖലയിൽ ക്രിസ്മസ് കരോൾ സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. അതിൽ കേസെടുത്തില്ല എന്നാണ് കുര്യൻ സാർ ആവർത്തിച്ചു പറഞ്ഞത്. അവിടെ എങ്ങനെയാണ് സംഘർഷമുണ്ടായത്? ലഭ്യമായ വാർത്തകൾ അനുസരിച്ച് അവിടെ പ്രാദേശിക ക്ലബ്ബുകളുടെ കരോൾ സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് മാറിയത്. ഇതിൽ രാഷ്ട്രീയമോ വർഗീയമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള വാർത്തകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. സംഘർഷത്തിൽ നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പരിക്കേറ്റു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പോലീസ് CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ സംഭവത്തെയും വർഗീയവൽക്കരിക്കാൻ പതിവ് പോലെ ചില സോഷ്യൽ മീഡിയ വിഷങ്ങൾ ശ്രമിച്ചിരുന്നു. അതായിരിക്കാം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ കുര്യൻ മന്ത്രി കണ്ടു കാണുക. അതിനെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി കുര്യൻ സാർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം പരിശോധിക്കാം. പൂഞ്ഞാറിലെ ഒരു അച്ഛനെ അടിച്ച് നടുപടിച്ചെന്നാണ് കുര്യൻ സാർ പറഞ്ഞത്. എന്നാണ് ആ സംഭവം നടന്നതെന്ന് അറിയണോ? 2024, അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ. ഇതെന്തായിരുന്നു സംഭവം? അച്ഛൻ്റെ നടുപൊടിച്ചോ? ഇല്ല. പിന്നെ എന്താണ് നടന്നത്? പൂഞ്ഞാർ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിരുന്ന ഫാദർ ജോസഫ് ആറ്റുചാലിന് പരിക്കേറ്റു. പള്ളി അങ്കണത്തിൽ കാറുകളും ബൈക്കുകളുമായി എത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ അമിത വേഗതയിൽ വാഹനമോടിക്കുകയും ശബ്ദമുണ്ടാക്കി പള്ളിയിലെ പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇത് തടയാൻ വേണ്ടി പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കാർ അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റ അദ്ദേഹത്തെ പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 27 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ കേസെടുത്തത്. എന്നാൽ കുര്യൻ സാർ പറഞ്ഞത് എന്താണ്? ഈ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്നാണ്. ഇനി അടുത്ത സംഭവം പരിശോധിക്കാം. കുര്യൻ സാർ പറഞ്ഞത് പാലാ ബിഷപ്പിനെതിരെ കേസെടുത്തു എന്നാണ്. 2021 കേസെടുത്തത്. അതെന്തിനായിരുന്നു? മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ട് നടത്തിയ കുപ്രസിദ്ധമായ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തുടർന്നാണ് ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ കേസെടുത്തത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. അതായത് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തിയ, ക്രിസ്മസ് ആഘോഷത്തിന് ഒരുക്കിയ സാധനങ്ങളെ നശിപ്പിച്ച സംഘപരിവാർ സംഘടനകളുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചും മറ്റും ചോദിക്കുമ്പോൾ കുര്യൻ മന്ത്രി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളെക്കുറിച്ചാണ്. മാത്രമല്ല, ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടെന്ന് വരുത്തി തീർക്കാനും അദ്ദേഹം ശ്രമിക്കുകയാണ്. ക്ലബ്ബുകൾ തമ്മിലുള്ള സംഘർഷത്തെ പോലും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. പറഞ്ഞു വിട്ട അല്ലെങ്കിൽ പറഞ്ഞു ഒത്തുതീർത്ത വിഷയങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ സ്വഭാവം പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും എടുത്ത് പരിശോധിച്ചത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മന്ത്രി പറഞ്ഞല്ലോ ഉത്തരേന്ത്യയിൽ നടന്ന സംഭവങ്ങളിലെല്ലാം കേസെടുത്തിട്ടുണ്ട് എന്ന്. അതും തെറ്റാണ്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡ്, അസം, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമാണ് പള്ളി അലങ്കാരങ്ങൾ നശിപ്പിക്കുകയും ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തത്. വിവിധ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അത് നമ്മളെല്ലാം കണ്ടതാണ്. ചുരുക്കം ചില സംഭവങ്ങളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. എന്നാൽ ബാക്കി സംഭവങ്ങളിലെല്ലാം കേസെടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ എന്നതാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലുള്ള സംഘടനകളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഭൂരിഭാഗമിടത്തും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് കേസെടുത്തിരിക്കുന്നത്, അല്ലാതെ ക്രിസ്മസ് ആഘോഷങ്ങളെ ആക്രമിച്ചതിന് അല്ല. അതായത് ഇരയെ പിടിച്ച് പ്രതിയാക്കുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് കേന്ദ്രമന്ത്രി വന്ന് പറയുന്നത് എല്ലായിടത്തും കേസെടുത്തിട്ടുണ്ടെന്ന്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കും സംഭവിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അത് തന്നെയാണ് ഇപ്പോഴും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമങ്ങളിലും നടന്നത്, അല്ലെങ്കിൽ സംഭവിച്ചത്, ഉത്തരേന്ത്യയിൽ സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും കുര്യൻ മന്ത്രിയും ശ്രീലേഖ കൗൺസിലറും നമ്മളെ ചിരിപ്പിക്കുന്ന പരിപാടികളുമായി വീണ്ടും വീണ്ടും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള പരിപാടികൾ ശ്രീലേഖ കൗൺസിലർ നോക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വട്ടിയൂർക്കാവ് സീറ്റ് ലക്ഷ്യം വെച്ചാണ് ശ്രീലേഖ കൗൺസിലറുടെ മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവ് MLAയെ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മാത്രമല്ല, മേയർ സ്ഥാനം കിട്ടാത്തതിൻ്റെ അസ്വസ്ഥത ഇതുപോലെ പലതരത്തിലും അവർ തീർക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. മേയർ VV രാജേഷിനും BJPക്കും ശ്രീലേഖ മേഡം തലവേദന സൃഷ്ടിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.